ഹായ് ഹലോ അങ്ങനെ സോനയുടെ മോളെയൊക്കെ കണ്ട് ഞങ്ങളത് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ. അങ്ങോട്ടേക്ക് പോവുകയാണ്. നീലിമ ഉണ്ടായില്ല, നീലിമക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്. പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ടാട്ടോ പോകുന്നത്. അങ്ങനെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കയറി കറക്റ്റ് സ്പോട്ടിൽ ഇറങ്ങാൻ പറ്റില്ല, നല്ലൊരു ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ച് മുന്നേയുള്ള സ്ഥലത്ത് ഇറങ്ങി ഓട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്കിത പോയ പോക്കാട്ടോ കുറച്ച് മുന്നേ കണ്ടത്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഓട്ടോയിൽ കയറി സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് സ്ഥലം. എവിടേക്കാന്ന് വെച്ചാൽ ഓർക്കാട്ടേരി ചന്ത കാണാൻ വേണ്ടി പോവാട്ടോ. കഴിഞ്ഞ കൊല്ലം പോകണമെന്ന് വിചാരിച്ചു, പോകാൻ പറ്റിയില്ല. ഇതുവരെ ഞാനും ശ്യാമും പോയിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ പോകുന്നത്. അങ്കി പിന്നെ ഇവിടുത്തെ സ്ഥിരം ആളാണ്. അങ്കിയുടെ സ്വന്തം വീട് വരുന്നത് കൈനാട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്തായതുകൊണ്ട് മൂപ്പർ എപ്പോഴും പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയും ഇത്തവണയെങ്കിലും നമുക്ക് എന്തായാലും പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളെയും കൂട്ടിയിട്ട് പോയതാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഒരുപാട് സ്റ്റോളും റൈഡും ഒക്കെ ആയിട്ട് കാണാനൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മുടെ ജഗന്നാഥ ക്ഷേത്രത്തിലാണ് ഞാൻ ഇത്രയും സ്റ്റോളും റൈഡും ഒക്കെ കണ്ടത്. അതിനുശേഷം കാണുന്നത് ഇവിടെയാണ്. പിന്നെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറിക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ കടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ കടലൊക്കെ വാങ്ങിയിട്ട് അതും കഴിച്ചുകൊണ്ട് ബാക്കിയൊക്കെ കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അവിടെ എത്തുമ്പോൾ 4:30 എത്തണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ബ്ലോക്കും കാരണങ്ങളൊക്കെ കൊണ്ട് ലേറ്റായി. പിന്നെ കടലൊക്കെ വാങ്ങി ഓരോന്ന് കുറച്ച്, പിന്നെ ഒരുപാട് കഴിക്കാനായിട്ട് ഈ ബജി സ്റ്റോളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കണം കുടിക്കണം എന്നൊക്കെയുണ്ട്. അതിന് മുന്നേ ഈ ഒരു റൈഡ് കണ്ടപ്പോൾ ഇത് നോക്കി നിൽക്കുക കേട്ടോ. ഇതിൽ കയറണോ വേണ്ടോ എന്നുള്ള രണ്ട് മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇതിങ്ങനെ തലകുത്തി നിൽക്കുന്ന കണ്ടപ്പം വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ അതങ്ങോട്ട് വേണ്ടാന്നങ്ങ് വിചാരിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറേ നേരം ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ട് റൈഡൊക്കെ ഏകദേശം ഓപ്പണായി വരുന്നേ ഉള്ളൂ. ആൾക്കാരൊക്കെ കുറവാണ് ഈ ഒരു സമയത്ത് ഇതിൽ കയറാനായിട്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ നൈറ്റ് ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും തന്നെ അങ്കിത പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഫുഡ് സ്റ്റോളിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കടലൊക്കെ കഴിച്ചുകൊണ്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ അതുകൊണ്ട് കരിമ്പൻ ജ്യൂസ് അങ്ങ് വാങ്ങിയേ. അങ്ങനെ അതൊക്കെ കുടിച്ചപ്പോൾ എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്നും പറഞ്ഞു ഞങ്ങൾ കോളിഫ്ലവർ ബജി അങ്ങ് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇവർ ടൊമാറ്റോ സോസ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. സ്നേഹത്തോടെ ഷാമോന് വായിൽ വെച്ച് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ മുകളിൽ സോസ് ഉള്ളത് കണ്ടത്. സോസ് ഉള്ളത് ഞാൻ കൂട്ടത്തില്ല എന്ന് പറയുന്നായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ നോർമലുള്ള ഒരു ഗോബി അങ്ങ് കൊടുത്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ എല്ലാ സ്റ്റോളും ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി അങ്ങോട്ടേക്ക് പർച്ചേസിങ്ങിൻ്റെ ഒരു സെക്ഷൻ തന്നെയാണ്. ബാഗ്സും ആംഗ്ലറ്റ്സും ചപ്പൽസും ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സന്ധ്യ ആകും തോറും ഇവിടുത്തെ തിരക്ക് കൂടുന്നതായിട്ടും കാണുന്നില്ലേ. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ഇയറിങ്സിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ എത്തിയപ്പോൾ എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ തന്നെയാണ്. കുറേ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്തെടുക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് ഇയറിങ്സ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഈ ഒരു ബോട്ടിലും കൂടി വാങ്ങിച്ചു കേട്ടോ. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം സമയം 7:15 കഴിഞ്ഞു. നല്ല തിരക്ക് വന്നു. നമുക്ക് തിരിച്ച് ബസ്സിന് പോകണം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ശ്രുതിനെയും മോളെയും കണ്ടു കേട്ടോ. എന്നാൽ പിന്നെ അവരെയും കൂടി അങ്ങ് വീഡിയോയിൽ അങ്ങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരത്തെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങോട്ടേക്കുള്ള ആൾക്കാരാണ് ഒരുപാട് കൂടുതൽ വരുന്നുണ്ടായിട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി നേരെ വീട്ടിലേക്ക് പോയി.